good afternoon. Good afternoon. Chinu, തുഷാരെ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ? അതെ, ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട് എനിക്ക് എടുക്കാനായിട്ട് കേട്ടോ. 48 ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് 48. അതും മറ്റേ ചാപ്റ്റർ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഞാൻ ക്ലാസ് കഴിയുമ്പോ നമുക്ക് ലാസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പ്രത്യേകം പഠിക്കണം കേട്ടോ. ഇതും ഒരു ഇത്തിരി ലെങ്തി ആണ്, എന്നാലും മറ്റ് ചാപ്റ്ററിന്റെ അത്ര ഇല്ല. നോക്കിയേ, ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ്. വാട്ട് ഈസ് ക്വാളിറ്റി? എന്താ ക്വാളിറ്റി എന്ന് പറയുന്നത്? ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു ജസ്റ്റ് നമ്മളൊരു ഡ്രസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. എന്താ ക്വാളിറ്റി എന്ന് പറയുന്നത്? നമുക്കത് കുറെ നാള് നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം അല്ലെ? അപ്പൊ ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്നതാണ് ഒരു ഓർഡിനറി പേഴ്സണിനെ സംബന്ധിച്ച ക്വാളിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. To the ordinary person, the quality is how good something is. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്. This can be a service, example canteen service, or a product, example restaurant. ഇതെന്താവാ? ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സർവീസ് ആവാം, ഒരു സേവനമാവാം. എക്സാമ്പിൾ ക്യാൻറ്റീൻ സർവീസ്, ക്യാൻറ്റീൻ സർവീസ് ഓർ എ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ ഇതെന്താ പറയാ, ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ആവാം, എന്തെങ്കിലും ഒരു ഉൽപ്പന്നമോ ആകാം. ഇത് എക്സാമ്പിൾ ആയിട്ട് റിസ്റ്റ് വാച്ച്. A person judgment about a service or a product relying on what he hopes from it or from it. എന്താ പറഞ്ഞേക്കുന്നത്? ഒരാള് ഒരു പേഴ്സൺ ക്വാളിറ്റിനെ എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? about a service or a product. നമ്മൾ മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം പ്രതീക്ഷിക്കുന്നു, അതിൽ നിന്ന് എത്രത്തോളം പ്രതീക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു വ്യക്തി ഒരു ക്വാളിറ്റിനെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. A person judgment about a service or a product. നമ്മൾ അതിന് ജഡ്ജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്ന ഒരു സർവീസ് ആവാം അതിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം അതിന്റെ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാ? റിലൈ ഓൺ വാട്ട് ഹി ഹോപ്സ് ഫ്രം ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് നമ്മൾ എന്താണ്, അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അതാണ് ക്വാളിറ്റി. Some of the words used to explain quality. ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് വേർഡ്സുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. ക്വാളിറ്റി എക്സ്പ്ലെയിൻ നമ്മൾ പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണല്ലോ, വെരി അട്രാക്റ്റീവ് എന്നൊക്കെ പറയും. ഇതൊക്കെ എന്തിനെ കാണിക്കുന്ന? നല്ല ക്വാളിറ്റിനെ കാണിക്കുന്ന ടേംസുകളാണ്. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. ഡ്യൂറബിൾ. ഡ്യൂറബിൾ എന്ന് വെച്ചാൽ മോടിയുള്ള ഡ്യൂറബിൾ. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സുകള് ഹെൽത്തി. വാല്യൂ ഫോർ മണി. പണത്തിനുള്ള മൂല്യം, വാല്യൂ ഫോർ മണി. ഇതെല്ലാം ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന ചില വേർഡ്സുകളാണ്. Some of the words used to explain quality are beautiful or attractive, durable, meeting standards, healthy, value for money. Now, different words are used to describe the quality. അങ്ങനെ നമുക്ക് പല വേർഡ്സുകളും നമ്മൾ ക്വാളിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. We would describe it as the extent to which a product or service contains a person or a ഗ്രൂപ്പ്. അല്ല, ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒരു ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒക്കെ എത്രത്തോളം അത് ഉള്ളടക്കം ചെയ്യുന്നു, എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ അത് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ the person receive
ഫ്രം ദ സർവീസ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു സർവീസിൽ നിന്ന് നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അതാണ് ക്വാളിറ്റി. നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. ഓരോരുടെ ക്വാളിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സേവനങ്ങളാവാം, സർവീസുകളാവാം. അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ നമുക്ക് ആ സർവീസിൽ നിന്ന് നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, നമുക്ക് എത്രത്തോളം സംതൃപ്തി ആ സേവനത്തിൽ നിന്ന് നമ്മൾ ലഭിക്കുന്നു, അതാണ്. നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാം, നല്ല ക്വാളിറ്റി ഉണ്ട്, അല്ലെ? നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം ക്വാളിറ്റി ഇല്ല, ചീപ്പാണ്, ഇതിന് വലിയ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയാം. അപ്പൊ എന്താണ് ശരിക്കും ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ ദ പേഴ്സൺ റിസീവ് ഫ്രം ദ സർവീസ്. ഒരു സർവീസിൽ നിന്ന് എത്രത്തോളം ആ പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അതാണ്. എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു ഒരു സർവീസിൽ നിന്ന് ഒരു വ്യക്തിക്ക്, അതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ, ഞാനിവിടെ ഓൺ മ്യൂട്ട് കൊടുത്തേക്കാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്നോട് പറയണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ തമ്പ് ചെയ്യാം, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇതൊക്കെ വെറുതെ ഒന്ന് വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇനി വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ? പരിചരണത്തിന്റെ ഗുണനിലവാരം. വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് കെയർ? പരിചരണത്തിന്റെ ഗുണനിലവാരം എന്താണ്? നോക്കിയേ, when we say quality of care, we mean health activities that we in the medical, nursing, laboratory field, etc. execute daily to benefit or patient without causing harm to them. എന്താ പറഞ്ഞേക്കുന്നത്? ക്വാളിറ്റി എന്നത്, ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി തുടങ്ങിയ മേഖലയിലുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. mean healthcare activities that we in medical, nursing, laboratory field, etc. execute daily to benefit our patient without causing harm to them. അവർക്കൊരു ഹാർംഫുൾ ആവാൻ പാടില്ല, അത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റും കിട്ടണം. execute daily to benefit our patient without causing harm to them. Quality care requires that we pay attention to the requirements of patient and clients. നമ്മുടെ പേഷ്യന്റിന് ദോഷം വരുത്താത്ത രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ നടപ്പിലാക്കുന്നു. ഈ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത് രോഗികളുടെയും അതുപോലെ തന്നെ ക്ലയൻസിന്റെയും ആവശ്യകതകള് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്വാളിറ്റി ഓഫ് കെയർ റിക്വേഴ്സ് that we pay attention to the, നമ്മൾ എന്ത് ശ്രദ്ധ കൊടുത്തേണ്ടത്? റിക്വയർമെന്റ്സ് ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ക്ലയന്റ്. പേഷ്യന്റിന്റെയും ക്ലയന്റിന്റെയും റിക്വയർമെന്റ്സ്, ആവശ്യകതകളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അപ്പൊ അവർക്കുടെ നീഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം അതിനനുസരിച്ചുള്ള സർവീസുകൾ കൊടുക്കാൻ. അപ്പൊ ഒരു നല്ലൊരു ക്വാളിറ്റി മാനേജ്മെന്റ്, അതിനെന്ത് വേണം? അവർക്ക് എന്തെന്ന് വേണം? ആ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ ക്ലയന്റിന്റെയോ കാര്യങ്ങൾ, അവർക്കുടെ റിക്വയർമെന്റ്സ്, അതിന് നല്ലൊരു ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. We must also use methods to be verified to the safe, affordable, and can lessen the illness and disability. Okay, so നമുക്ക് we must also use the methods that we verified to the safe, affordable, and clean, and can lessen death and illness and disability. ഡെത്തുകൾ കുറയ്ക്കാൻ, ലെസൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. ഇൽനെസ്, ഡിസബിലിറ്റി, ഇതൊക്കെ നമ്മൾ കുറയ്ക്കാൻ കഴിയുമെന്ന് പരിശോധിച്ച് ഉറപ്പിച്ച രീതികളും നമ്മൾ പ്രയോഗിക്കുന്നു, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. We can also use the method that have been verified to safe, സുരക്ഷിതമായ, affordable, താങ്ങാവുന്നത്, and can lessen death, illness and disability. ഡിസബിലിറ്റി കുറയ്ക്കാൻ, ഇൽനെസ് കുറയ്ക്കാൻ, ഡെത്തുകൾ, മരണം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള മെത്തേഡുകള് നമ്മൾ എന്ത് ചെയ്തിട്ട് പേഷ്യന്റിന് സുരക്ഷിതമായിട്ടുള്ള മെത്തേഡുകള് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ furthermore,
we are accepted to practice as standard into set standards as laid down by clinical guidelines and protocols. കൂടാതെ എന്താ, ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രോട്ടോകോളുകളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് നമ്മൾ പരിശീലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ പ്രോട്ടോകോളുകളുണ്ട്, അതിനെയൊക്കെ ബേസ് ചെയ്ത് ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾസ് അതെല്ലാം എന്ത് ചെയ്തു, അത് പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള പരിശീലനം അനുസരിച്ചാണ് അവിടെ ഓരോ ഇതും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഓരോന്നിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, in the quality of care we do the exact thing at the exact time. എന്താണ്, കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. with the quality of care we do, നമ്മൾ ചെയ്യുന്നു the exact thing, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ at the exact time, കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ ചെയ്യുന്നു. എന്നാലല്ലേ നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. നമ്മളിപ്പോ നമ്മുടെ ഇതിന് ടൈമൊക്കെ ഇതായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ടൈമിലൊക്കെ വ്യത്യാസമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അവിടെ പറയും അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഇല്ല എന്ന് പറയും, അല്ലെ? അപ്പൊ എന്താണ്, നമ്മള് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ, കൃത്യസമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങള് വി ഡു, ഞങ്ങള് ചെയ്യുന്നു. ക്വാളിറ്റി കെയറിന്റെ കൂടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് എക്സാക്ട് തിങ്സ് അറ്റ് എക്സാക്ട് ടൈം. വി ചെക്ക് പേഷ്യന്റ് promptly make the right diagnosis and give the appropriate treatment. എന്തൊക്കെ ചെയ്യുന്നു, we check the patient, നമ്മൾ പേഷ്യന്റിനെ promptly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി, പെട്ടെന്ന്, ഉടനടി ഇപ്പൊ എന്തെങ്കിലും ഒരു ചെക്കിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ടെസ്റ്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി തന്നെ ആ പേഷ്യന്റിന് ചെയ്യുന്നു. we check the patient promptly, make the right diagnosis, കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ്, രോഗനിർണയം, ആൻഡ് ഗീവ് ദ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്ത് ഉടനടി പേഷ്യന്റിനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുന്നു. ഗീവ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്, അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും നടത്തുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യതയായിരിക്കും. With the quality of care, we keep on enhancing our standards of service till excellence is scored. എന്താ പറഞ്ഞേക്കുന്നേ, പരിചരണത്തിന്റെ ആ ഗുണനിലവാരത്തോടു കൂടി നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മികവ് ലഭിക്കുന്നത് വരെ ആ സേവനങ്ങളുടെ നിലവാരം നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി കീപ് ഓൺ എൻഹാൻസിങ് അവർ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ടിൽ എക്സലൻസ് ഈസ് സ്കോർഡ്. അതായത് നമ്മൾ ആ പരിചരണത്തിന്റെ ആ ഗുണനിലവാരം അതിന്റെ മികവ് ലഭിക്കുന്നത് വരെ നമ്മൾ സേവനങ്ങളുടെ നിലവാരം എന്ത് ചെയ്തു, ഉയർത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിലും മികവ് വന്ന് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ക്വാളിറ്റിയും കൂടും, അല്ലെ? അപ്പൊ നമ്മള് അത് കീപ്പ് ചെയ്ത് വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഗുണനിലവാരത്തിന്റെ അതിന്റെ കറക്റ്റ് മികവ് ലഭിക്കുന്നത് വരെ, ആ കറക്റ്റ് ഇതിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ ആ സേവനങ്ങളുടെ ആ നിലവാരം സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇത് നോക്കണം, അതിന്റെ ആ കമ്പോണൻസ് ആ ബോക്സിൽ തന്നേക്കുന്നത് നിങ്ങൾക്ക് പഠിക്കണം കേട്ടോ. അത് ടിക്കറ്റ് വെച്ചോ. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് അതിന് ധാരാളം ഭാഗങ്ങളുണ്ട്. We should understand these in order to reflect quality of care. നമ്മൾ ഈ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. These parts are listed in the box below. താഴെ തന്നിരിക്കുന്ന ബോക്സിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. We shall look briefly at each of these parts. അതിലെ ഓരോ ഭാഗങ്ങളും താഴെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഈ കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എന്നുള്ളത് നോക്കണം. ഏതൊക്കെയാണ് കമ്പോണൻസ്? ഇതില് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്, പല ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു, അല്ലെ? ഏതൊക്കെയാ? അസസ്, ഫസ്റ്റ് ആണ് അസസ്. നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്, മൂന്നാമത്തെ ഇക്വിറ്റി, പിന്നെ എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, അമ്യൂണിറ്റീസ്. ഇത്രയാണ് കമ്പോണൻസ് വരുന്നത്. അസസ്,
രണ്ടാമത്തെ ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക കഴിവ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. അതറിയില്ലാത്തതൊന്ന് ഇതിന് മുകളിൽ നോട്ട് ചെയ്തു. നെക്സ്റ്റ് എക്വിറ്റി. എക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. എക്വിറ്റി, എക്വിറ്റി, EQUITY, എക്വിറ്റി, നീതി അല്ലെങ്കിൽ ന്യായം. നെക്സ്റ്റ് ആണ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ അതിന്റെ ഫലപ്രാപ്തി, ഫലപ്രാപ്തി. നെക്സ്റ്റ് എഫിഷ്യൻസി, കാര്യക്ഷമത. എഫിഷ്യൻസി, എഫിഷ്യൻസി, കാര്യക്ഷമത. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ച. അതിന്റെ കണ്ടിന്യൂഷൻ വേണം. കണ്ടിന്യൂ, ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാണ്ട് കണ്ടിന്യൂറ്റി. നെക്സ്റ്റ് ആണ് സേഫ്റ്റി, സുരക്ഷിതത്വം, സേഫ്റ്റി. നെക്സ്റ്റ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. നെക്സ്റ്റ് ആണ് അമ്യൂണിറ്റീസ്, സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. അമ്യൂണിറ്റീസ്, സൗകര്യങ്ങൾ. ഫെസിലിറ്റീസ്, കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഇതൊക്കെ കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് കമ്പോണൻസ് ആണ്. 9 പോയിന്റ്സ് ആയിട്ടാ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? അത് ഓരോന്ന് ആ ബോക്സിന്റെ ഉള്ളിലുള്ള വേർഡ്സുകള്, ടെക്സ്റ്റുകള് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഒന്ന് തമ്പ് ചെയ്തേ. ക്ലിയർ അല്ലേ കമ്പോണൻസ്? ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതാണ് ഞാൻ പറഞ്ഞ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പിടാനായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്ര 9 കമ്പോണൻസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അതിന്റെ ഓരോന്ന് നമുക്ക് നോക്കാം. അക്സസ് ടു സർവീസ്. അക്സസ് ടു സർവീസ്, സേവനത്തിലേക്കുള്ള പ്രവേശനം. അക്സസ് ടു സർവീസ്, ആ ഒരു സേവനത്തിലേക്കുള്ള പ്രവേശനം. Okay, everyone should have an entry to quality health care. Everyone, മുൻപേയുള്ള ഒരു ഹെൽത്ത് കെയർ സർവീസിലേക്കുള്ള എൻട്രി എല്ലാവർക്കും. everyone should have an entry, എല്ലാവർക്കും എൻട്രി ഉണ്ട് to quality health service. Entry refers, entry എന്ന് പറയുന്നത് എന്താ? refers to the ability of the individual to obtain health service. എന്താണ് എൻട്രി എന്ന് പറഞ്ഞാൽ? എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി, കഴിവിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിന്റെ ഒരു കഴിവാണ് ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഹെൽത്ത് സർവീസ് ഒബ്റ്റെയിൻ നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് എൻട്രി ആർ. ചില ഫാക്ടേഴ്സ്, എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുന്നത്. ഒരു നല്ലൊരു സർവീസ്, ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു ഈ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, entry refers to the ability of the individual to obtain health service. ഒരു ഹെൽത്ത് സർവീസ്, ആരോഗ്യ സേവനങ്ങൾ നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു എൻട്രി എന്ന് പറയുന്നത്. ഇനി ചില ഫാക്ടേഴ്സ്, ഇവിടെ തന്നേക്കുന്ന ചില ഫാക്ടേഴ്സ് എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നോക്കിയേ, ഡിസ്റ്റൻസ്. ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റൻസ്. എക്സാമ്പിൾ, where a health facility is situated far away or it is difficult to get transport to the facility, access to the quality health care become a problem. നോക്കിയ ഡിസ്റ്റൻസ് ഒരു കൂടുതലാണെങ്കിൽ അപ്പൊ ഹെൽത്ത് സർവീസിലേക്കുള്ള എൻട്രീനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയാം ദൂരം. ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റി കുറച്ച് ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫെസിലിറ്റിയിലേക്ക് നമുക്ക് വെഹിക്കിൾസ്, വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത് അത് കുറച്ച് പ്രയാസമുള്ളിടത്താണെങ്കിൽ ആ ഗുണമേന്മയുള്ള ആരോഗ്യ
ഈ ഒരു ഹെൽത്ത് കെയർ സർവീസിലേക്കുള്ള ആ ഒരു എൻട്രി എന്ന് പറയുന്നത് ബിക്കം എ പ്രോബ്ലം, ഒരു പ്രശ്നമാണ്. അപ്പൊ ഡിസ്റ്റൻസ് ഈ എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് ആ ഹെൽത്ത് സർവീസ് ദൂരെയാണ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ, നമുക്ക് ഈ ഹെൽത്ത് ഫെസിലിറ്റി ദൂരെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും നമുക്ക് അതിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അത് ഡിസ്റ്റൻസിലാണെങ്കിലും നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു എൻട്രി എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് എൻട്രി ചെയ്യാൻ പറ്റൂല, അങ്ങോട്ടേക്ക് ഹെൽത്ത് സർവീസിലേക്ക് പെട്ടെന്ന് എൻട്രി ചെയ്യുക എന്നുള്ള ഒരു കാര്യം ബുദ്ധിമുട്ടുള്ളതാണ്. നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ ആയിട്ട് എക്സാമ്പിൾ വേർ പീപ്പിൾ കാനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റഡ്. ഇവിടെ ആളുകൾക്ക് നൽകുന്ന സർവീസിന് പണം നൽകാൻ കഴിയില്ല എന്നുള്ളത് ഫിനാൻഷ്യൽ പ്രോബ്ലം മറ്റൊരു പ്രശ്നമാണ്. ആ എൻട്രീനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഫസ്റ്റ് പറഞ്ഞു ഡിസ്റ്റൻസ് പറഞ്ഞു, സെക്കൻഡ് ഫിനാൻഷ്യൽ. എക്സാമ്പിൾ പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റഡ്. ആ സർവീസിന് നിശ്ചയിച്ചിരിക്കുന്ന റെന്റ് ആ പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് പേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ എൻട്രി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. അവർക്കുടെ കൾച്ചർ, സംസ്കാരം, ബിലീഫ്, വിശ്വാസങ്ങള്, വാല്യൂസ്, മൂല്യങ്ങളൊക്കെ അത് എൻട്രീനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ദീസ് സർവീസസ് പ്രൊവൈഡഡ് മേ നോട്ട് ബി in keeping with the culture, belief and values of some people. സംസ്കാരം, വിശ്വാസങ്ങള്, ആളുകളുടെ മൂല്യങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് എന്താ പറയാ, അത് മൂല്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കില്ല അത്. The service provided may not be. അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ചിലപ്പോൾ ചില ആളുകളുടെ വിശ്വാസത്തിനോ അവരുടെ സംസ്കാരത്തിനോ ഒക്കെ അല്ലെങ്കിൽ മൂല്യത്തിനോ അനുസരിച്ചായിരിക്കില്ല. അപ്പൊ ഇതൊക്കെ ഈ എൻട്രീനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഫസ്റ്റ് പറഞ്ഞ ഡിസ്റ്റൻസ്, ദൂരെയാണെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള എൻട്രി ഒരു പ്രശ്നം ഉണ്ടാക്കും. രണ്ടാമത് പറഞ്ഞു ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് അവര് പറയുന്ന എമൗണ്ട് നമുക്ക് പേ ചെയ്യാൻ അവര് സർവീസിന് ഇടുന്ന റെന്റ് നമുക്ക് പേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിലേക്കുള്ള ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള എൻട്രി പ്രശ്നമാകും. പിന്നെ പറഞ്ഞു കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. ആ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഹെൽത്ത് സർവീസ്, അവര് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസുകള് അത് ചിലപ്പോ ചില ആളുകളുടെ കൾച്ചറിനോ ബിലീഫിനോ വാല്യൂസിനൊക്കെ അനുസരിച്ചാവില്ല. ഇപ്പൊ നമ്മുടെ വിശ്വാസത്തിന് അനുസരിച്ചാണെങ്കിൽ നമുക്ക് അതിലേക്കുള്ള എൻട്രി പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് മൂന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി അടുത്താണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്. ഇനി സെക്കൻഡ് വൺ ആണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്, സാങ്കേതിക കഴിവ്. എഴുതി വെച്ചിട്ടില്ല അവിടെ ടെക്നിക്കൽ കോമ്പീറ്റൻസ്, സാങ്കേതിക കഴിവ്. ഓക്കെ, technical proficiency as an indicator of quality assurance suggested that we should have a sufficient knowledge and skill to perform our function in order to provide quality service. ഇവിടെ നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ്, ഒരു ഗുണനിലവാരമുള്ള ഒരു സേവനം നൽകുന്നതിന് ഞങ്ങളുടെ പ്രവർത്തനങ്ങള് നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് അവർക്ക് ആ ഒരു ഇത് കൊടുക്കണമെങ്കിൽ അതിന് സഫിഷ്യന്റ് ആയിട്ടുള്ള നോളജും സ്കിൽസും ഉണ്ടാവണം ആ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ. ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞ സാങ്കേതിക കഴിവാണ്. ആസ് എ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് suggested that we should have a sufficient knowledge and skill. നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജും സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം ടു പെർഫോം അവർ ഫങ്ഷൻ. നമ്മുടെ ഫങ്ഷൻസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ഉണ്ടായിരിക്കണം ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ക്വാളിറ്റി സർവീസ്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകും. എക്സാമ്പിൾ, വൺ മസ്റ്റ് ഗോ ടു നഴ്സിംഗ് സ്കൂൾ ആൻഡ് പാസ് ദ നഴ്സിംഗ് എക്സാമിനേഷൻ ബിഫോർ ഷീ ക്യാൻ വർക്ക് ആസ് എ നഴ്സ്. എക്സാമ്പിൾ എന്താ പറഞ്ഞേക്കണേ, നമ്മള് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഗോ ടു നഴ്സിംഗ് സ്കൂളിൽ പോകണം ആൻഡ് പാസ് ദ നഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവുകയും ചെയ്യണം.
അപ്പൊ നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം മാത്രമേ നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും പഠിച്ചല്ലാതെ ഇതിനെ കുറിച്ച് ഒരു അറിവില്ലാത്തവർക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താണ് നമുക്ക് നല്ല നല്ല നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ, നല്ലൊരു സേവനം അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജും സ്കില്ലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഈവൻ ദോ വി ആർ നോ ലോങ്ങർ ഇൻ സ്കൂൾ, ഇനിയിപ്പോ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മള് ഈ സ്കൂളിൽ ഇപ്പോൾ നമ്മള് ഈ സ്കൂളിൽ ഇല്ലെങ്കിലും, okay, even though we are no longer in school, we have to continue to refine our knowledge by reading help books and attending in-service teaching workshop, etc. ഇനി ചിലര് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ ഇരുന്നിട്ട് പിന്നെ പോകുന്നവരുണ്ടാവാം. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും എന്ത് ചെയ്യണം, നമ്മുടെ ആ നോളജ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അറിവ് നമ്മളൊന്ന് പുതുക്കിക്കൊണ്ടിരിക്കണം. അതായത് നമ്മൾ കണ്ടിന്യൂ ടു റിഫൈൻ അവർ നോളജ്, നമ്മുടെ നോളജ് നമ്മൾ ശുദ്ധീകരിക്കണം, റിഫൈൻ ചെയ്യുക, ശുദ്ധീകരിക്കണം, നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ആ നോളജ് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ? ബൈ റീഡിങ് ഹെൽത്ത് ബുക്കുകൾ വായിച്ച് ആൻഡ് അറ്റൻഡിങ് ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സ്, ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തും ആ ബുക്കുകളൊക്കെ വായിച്ചും നമ്മുടെ നോളജ്, അറിവ് നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം, അറിവ് പുതുക്കിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ അതിൽ നിന്ന് വിട്ടു പോകരുതെന്നാ പറയുന്നത്. നമ്മുടെ നോളജ് കാര്യങ്ങളും ഇപ്പൊ ഹെൽത്ത് ബുക്കൊക്കെ വായിക്കുമ്പോൾ നമ്മളത് മറന്നു പോവില്ല, നമ്മുടെ അത് എപ്പോഴും അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടും. നമ്മൾ ആ പഠിച്ച കാര്യത്തിന് കുറച്ചുകൂടി ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയാ പറയുന്നത്. എന്നാലാണ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി സർവീസ് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. We are the health professional, we should also understand our limits. That is know what we can do and we cannot do. Okay, നമ്മളിപ്പോ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? വി ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് അവർ ലിമിറ്റ്സ്, നമ്മുടെ ലിമിറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താ? നോ വാട്ട് വി ക്യാൻ ഡു, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആൻഡ് വാട്ട് വി കനോട്ട് ഡു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റാത്തത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, with regard to what we cannot do, we are expected refer to another centers or personnel who are more proficient to tackle them. Tackle എന്ന് പറഞ്ഞാൽ നേരിടുക. ഇനിയിപ്പോ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലോ നോക്കിയേ, വിത്ത് റിഗാർഡ് ടു വാട്ട് വി കനോട്ട് ഡു, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം? വി ആർ എക്സ്പെക്ടഡ് ടു റെഫർ, നമ്മൾ റെഫർ ചെയ്യണം ടു അതർ സെന്റേഴ്സ് ഓർ പേഴ്സണൽ, മറ്റുള്ള സെന്ററുമായിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായിട്ടോ നമ്മളത് റെഫർ ചെയ്യണം. who are more proficient to tackle them, അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതർ മറ്റുള്ള സെന്റേഴ്സിനെയൊക്കെ നമ്മൾ റെഫർ ചെയ്യണം. Our practice should also be controlled by laid down standards and guidelines. നമ്മൾ എന്താണ്, നമ്മുടെ പ്രാക്ടീസ് വ്യവസ്ഥാപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രാക്ടീസ് നിയന്ത്രിക്കപ്പെടണം. എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ ടെക്നിക്കൽ കോമ്പിറ്റൻസുകൾ. നമ്മളിപ്പോ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേഴ്സിംഗ് സ്കൂളിൽ പോയിട്ട് നമ്മൾ ആ നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ചെയ്തിട്ട് വേണം നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ. നമ്മളിപ്പോ നമ്മുടെ നോളജ് എവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ, നമുക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നോളജ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ഹെൽത്ത് ബുക്കുകളിലൂടെയും ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെയും ആ നോളജ് നിലനിർത്തിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ റിന്യൂ ചെയ്യണം. റിഫൈനിലാണ് പറഞ്ഞിരുന്നത് കേട്ടോ, അത് നമ്മൾ റിഫൈൻ ചെയ്യണം, നമ്മൾ ശുദ്ധീകരിക്കണം. ഓക്കെ, അപ്പോ എന്നാൽ മാത്രമാണ് നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റെഫർ ചെയ്യണം. കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള, അതില് കുറച്ചുകൂടി അതില് കഴിവുള്ള ഹോസ്പിറ്റലായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സെന്റേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ അതിന് നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെഫർ ചെയ്യണം. ഓക്കെ,
നമ്മുടെ പ്രാക്ടീസ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ ലേറ്റ് ഡൗൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. നമ്മുടെ പ്രാക്ടീസ് വ്യവസ്ഥാപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കപ്പെടണം. ഓക്കെ, കൺട്രോൾ ചെയ്യണം. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി, നീതി അല്ലെങ്കിൽ ന്യായം. ഇക്വിറ്റി. Okay, quality service should be provided to all people who are in need of them, be they poor, children, adult, or people, pregnant women, disabled, etc. എന്താ പറഞ്ഞേക്കണേ? ഇവിടെ നോക്കിയ പൂർ ആയിട്ടുള്ളത് കുട്ടികൾക്ക്, അഡൽറ്റിന്, ഓൾഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകൾക്ക്, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക്, ഡിസേബിൾഡ് ആയിട്ടുള്ള എല്ലാവർക്കും തുല്യ നിലവാരമുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇവര് ഓരോടും പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഇക്വിറ്റി, ന്യായമായത്. അപ്പൊ എല്ലാവർക്കും എങ്ങനെ ചെയ്യണം? നമ്മള് തുല്യമായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യണം. Okay, quality service should be made available in all parts of the country, in villages, towns and cities. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുകളിലും ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കണം. Quality service should be made available in all the parts of the country, in village. രാജ്യത്തെ എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കണം. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും ഒക്കെ എല്ലാ ഭാഗത്തും ക്വാളിറ്റി സർവീസ് അവൈലബിൾ ആക്കണം. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ആളുകൾക്കും ഇവിടെ പറയും പൂർ, ചിൽഡ്രൻ, അഡൽട്ട്, ഓൾഡ്, പ്രഗ്നന്റ് വുമൺ ആൻഡ് ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള സേവനങ്ങൾ നൽകണം. അതുപോലെ തന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ക്വാളിറ്റി സർവീസ് അവൈലബിൾ ആക്കണം. വില്ലേജിലും ടൗണിലും സിറ്റീസിലും എല്ലായിടത്തും അവൈലബിൾ ആക്കണം. നെക്സ്റ്റ് ആണ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫലപ്രാപ്തി. ഇതെല്ലാം കമ്പോണൻസ് ആട്ടോ. ഇതെല്ലാം ഒന്ന് വായിച്ച് നമുക്ക് പോകാം. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. We are interested in the type of care that generate positive change in the patient's health or quality of life. നമ്മുടെ ഇതൊക്കെ വി ആർ ഇൻട്രസ്റ്റഡ്. നമ്മൾ എന്തിലാണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്? ഇൻ ദ ടൈപ്പ് ഓഫ് കെയർ ദാറ്റ് ജനറേറ്റ് പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ പേഷ്യന്റ് ഹെൽത്ത് ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ്. പേഷ്യന്റിന്റെ ഹെൽത്തിന് നല്ല ക്വാളിറ്റി ജീവിതത്തിൽ നല്ല ക്വാളിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം. അതിലാണ് ഞങ്ങൾ ഇൻട്രസ്റ്റ്, ഞങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം എന്ന് പറയുന്നത്. രോഗിയുടെ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ജീവിത നിലവാരത്തിലോ നല്ല മാറ്റം, നല്ല ചേഞ്ച് വരുത്തുന്ന പരിസരങ്ങള് സൃഷ്ടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. We therefore provide treatment that not to be fruitful. Fruitful എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫലവത്തായ. We therefore provide the treatment. അപ്പൊ നമ്മൾ അതുകൊണ്ട് എങ്ങനെയാ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ടു ബി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള നല്ല ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. നല്ല ഫലവത്തായിട്ടുള്ള ചികിത്സാ രീതികൾ, ട്രീറ്റ്മെന്റുകൾ നൽകുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഫോർ എക്സാമ്പിൾ ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയേറിയ ഉള്ള ഒരു കുട്ടിക്ക് എന്ത് കൊടുക്കുന്ന പറഞ്ഞേ? ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, ORS. കേട്ടിട്ടില്ലേ? ORS, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് കൊടുക്കും. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? എങ്ങനെയാ നമ്മളൊരു പോസിറ്റീവ് ചേഞ്ച് ഈ പേഷ്യന്റിന്റെ നല്ലൊരു ഹെൽത്തിന് നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫലവത്തായതാണ്, ഫലവത്തായതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്. ഇപ്പൊ ഈ ഡയേറിയ ഉള്ള ഒരു കുട്ടിക്ക് എന്ത് കൊടുക്കും? ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, ORS കൊടുക്കും. ക്ലിയർ ആയോ? എഫക്റ്റീവ്നെസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ?
ഓക്കെ, ഇനി അടുത്താണ് എഫിഷ്യൻസി. എഫിഷ്യൻസി 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 എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത അല്ലെ? എഫിഷ്യൻസി കാര്യക്ഷമത. Efficiency is the provision of high quality care at the least possible cost. Underline ചെയ്തിട്ട് ആ സെന്റൻസ് കേട്ടോ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? Is the provision of high quality care at the least possible cost. കാര്യക്ഷമത, എഫിഷ്യൻസി എന്ന് പറയുന്ന കുറഞ്ഞ ചിലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകുന്നു. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പോസിബിൾ കോസ്റ്റ്, ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്, സാധ്യമായിട്ടുള്ള കുറഞ്ഞ ചെലവില് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുന്നു, ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകുന്നു. അതാണ് ക്വാളിറ്റി എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, efficiency is the provision of high quality care at the least possible cost. Least possible cost. We are expected to make the best use of resource and avoid wastage of our emergent resources. Okay, റിസോഴ്സുകള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകള് പരമാവധി പ്രയോജനപ്പെടുത്താനും ഞങ്ങളുടെ ആ തുച്ഛമായിട്ടുള്ള വിഭവങ്ങള് അതിന്റെ പാഴാക്കലുകള് അവോർട്ട് ചെയ്യുന്ന പ്രിവെന്റ് എന്നുള്ള മീനിങ്, തടയുക. പ്രിവെന്റ് ദ വേസ്റ്റേജ് ഓഫ് അവർ എമർജന്റ് റിസോഴ്സസ്, തുച്ഛമായിട്ടുള്ള വിഭവങ്ങളുടെ പാഴാക്കലുകള് ഒഴിവാക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താണ്? റിസോഴ്സുകള് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും, എക്സ്പെക്റ്റഡ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സ്. റിസോഴ്സുകള് നമുക്ക് അനുവദിച്ചിട്ടുള്ള റിസോഴ്സുകള് നല്ല രീതിയിൽ നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് അനുവദിച്ചിട്ടുള്ള റിസോഴ്സുകൾ നല്ല രീതിയിൽ വേസ്റ്റ് ആവാതെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റേജുകള്, തുച്ഛമായ വിഭവങ്ങള്, കുറച്ച് രീതിയിൽ ഉള്ള ആ റിസോഴ്സുകള് അതിന്റെ പാഴാക്കല് ഒഴിവാക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We waste a resource by prescribing unwanted drugs, stocking more drugs than is needed, and making them expire by buying supplies and equipments we do not use. Okay, നമ്മൾ എങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് റാദർ ദാൻ നീഡഡ്, നമുക്ക് ആവശ്യത്തിലുള്ള കൂടുതലുള്ള മരുന്നുകള്. സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ്, ഒരുപാട് ഡ്രഗ്, ഇപ്പൊ നമുക്ക് കുറച്ച് ഇപ്പൊ മതിയെങ്കിലും നമ്മൾ അതിൽ കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ചെലവായി പോയില്ലെങ്കിൽ നമ്മുടെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അത് വേസ്റ്റേജ് ആയി പോകും. പിന്നെ we waste a resource by prescribing unwanted drug. Unwanted, ആവശ്യമില്ലാത്ത ഈ ഡ്രഗുകൾ, മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തും ഒക്കെ നമുക്ക് എന്താണ് നമുക്ക് ഒരുപാട് ഇത് വേസ്റ്റ് ആയി പോകുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇത് ആൻഡ് എക്യുപ്മെന്റ് വി ഡു നോട്ട് യൂസ് ആൻഡ് എക്സ്പയർ ബൈ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് വി ഡു നോട്ട് യൂസ്. What happen when we stock more drugs than is needed? എന്താണ് സംഭവിക്കുന്നത്? We stock more drugs. നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ഡ്രഗ് സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് വേസ്റ്റ് ആയി പോകും. പിന്നെ അതുപോലെ തന്നെ പല എക്യുപ്മെന്റ്സുകളൊക്കെ കാലഹരണപ്പെട്ടു പോകും. നമ്മുടെ ഉപകരണങ്ങളൊക്കെ വാങ്ങി വെക്കും, നമ്മൾ കുറെ സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ അതിന് കുറച്ച് നാളത്തേക്കുള്ള ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ അത് കാലഹരണപ്പെട്ടു പോകാനുള്ള ഈ രീതിയിലൊക്കെ നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മള് വേസ്റ്റ് റിസോഴ്സുകൾ വേസ്റ്റ് ആകുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ചോദിച്ചേക്കാണ് വാട്ട് ഹാപ്പൻ വെൻ വി സ്റ്റോക്ക് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്. നമുക്ക് ആവശ്യത്തില്ല അധികമുള്ള ഡ്രഗ് നമ്മൾ കൂട്ടി സ്റ്റോർ വയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് വേസ്റ്റ് ആയി പോകും അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞത്? ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അതാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. എഫിഷ്യൻസി ഫസ്റ്റ് സെന്റൻസ് ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം ഉറപ്പാക്കുക.
ഇനി നെക്സ്റ്റ് ആണ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ തുടർച്ച വേണം. കണ്ടിന്യൂറ്റി ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഇതാണ്, കണ്ടിന്യൂറ്റി വേണം. നമ്മളിപ്പോ കുറച്ച് നാള് ഒരു മരുന്ന് ചെയ്തു, ഈ ഒരു ഡോക്ടർ നോക്കി, അത് പിന്നെ അടുത്ത ആള് വരുമ്പോ അത് എന്ത് ചെയ്യണം, അതിന് കണ്ടിന്യൂറ്റി വേണം അതിന്. അപ്പൊ ഇതിന് മുന്നേ എഴുതിയ കാര്യങ്ങളും എല്ലാവരും അതൊക്കെ നോക്കും അല്ലെ, അതനുസരിച്ചാണ് അത് ആ ട്രീറ്റ്മെന്റ് നൽകുന്നത്. അപ്പൊ എന്താണ്, ഒരു നല്ലൊരു ക്വാളിറ്റി സർവീസ് നൽകണമെങ്കിൽ ഈ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കമ്പോണന്റ് ആണ്. ഇവിടെ നോക്കിയേ, കണ്ടിന്യൂറ്റി. Continuity implies that the client receive the full rate of health service he, she needs, and that we when the case is beyond us. ആ കേസ് അവിടെ അപ്പുറത്തേക്ക് ആകുമ്പോൾ, അതായത് ഒരു ഡോക്ടറിനെ ഇപ്പൊ നോക്കി നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ഡോക്ടറിനെ കൂടി കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വി റെഫർ ഹിം ഓർ ഹെർ ടു ദ റൈറ്റ് ലെവൽ ഓഫ് ദ കെയർ. നമ്മൾ റെഫർ ചെയ്യണം. അത് വേറൊരു ഡോക്ടറിലേക്ക് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അതിന് മുന്നേ ചികിത്സിച്ച കാര്യങ്ങളും എല്ലാവരും നോക്കണം. എന്നാലാണ് അതിന്റെ ആ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അത് ഈ ക്വാളിറ്റി സർവീസിന്റെ ഒരു പ്രധാന കാര്യമാണ്. അല്ലാതെ ഇതൊന്നും ഇല്ലാതെ പുതിയതായിട്ട് ആ ഇത് ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ കണ്ടിന്യൂറ്റി കിട്ടൂല. Continuity may be attained by the patient seeing the same primary health care. ഇത് എന്തിനാ ഈ കണ്ടിന്യൂറ്റി കൊടുക്കുന്നത്? ആ സെയിം കെയർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ആ സെയിം കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. Continuity may be attained by the patient seeing the same primary health care worker or by keeping exact health records. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഹെൽത്ത് റെക്കോർഡുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, സോ ദാറ്റ് another staff can have the sufficient information to follow up the patient. ഇതിനാണ് മറ്റൊരു സ്റ്റാഫ് ആ പേഷ്യന്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് കിട്ടണം. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി വേണം. അതിന് വേണ്ടി അത് നമ്മള് ഈ എന്താ പറയാ, നല്ല ക്വാളിറ്റി സർവീസിന് ആവശ്യമാണ്. നമ്മളാണെങ്കിലും നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ആ ചീറ്റുകൾ അതിന് മുന്നേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങള് ഒക്കെ നോക്കിയിട്ടാണ് അടുത്ത പ്രാവശ്യം ഡോക്ടർ നോക്കുന്നത്. ഡോക്ടർ തന്നെ ഒന്ന് റെഫർ ചെയ്യും, ഇതിന് മുന്നേ ഇത് വന്നപ്പോ ഏതാണ് നമ്മൾ കൊടുത്തത് എന്നുള്ളതൊന്ന് നോക്കും. അപ്പൊ അത് പഴയ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഏത് മരുന്നാണ് നമ്മൾ തന്നേത്, അപ്പൊ എന്താ പറയാ, അപ്പൊ അതിന് മുന്നേ നമ്മുടെ എക്സാക്ട് ഹെൽത്ത് റെക്കോർഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഇതാണ് പറഞ്ഞത്. കണ്ടോ, ഇവിടെ എക്സാക്ട് ഹെൽത്ത് റെക്കോർഡ്, സോ ദാറ്റ് another staff can have the sufficient വേറൊരു സ്റ്റാഫ് അത് ഹാൻഡിൽ ചെയ്യുമ്പോഴാണെങ്കിലും ആ പേഷ്യന്റിനെ കുറിച്ചുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ കിട്ടണം. അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഈ കണ്ടിന്യൂറ്റി ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ആണ് സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ അല്ലെ. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സേഫ്റ്റി implies that when providing health service we reduce to the whereas minimum injuries, infection, harmful after effects and other dangerous to client and to staff. എന്ന് പറഞ്ഞിരിക്കുന്നത് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് when providing health service implies that when providing health service നമ്മൾ ഒരു ഹെൽത്ത് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? വി റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. ടു ദ ബെയറസ്റ്റ് മിനിമം ഇഞ്ചുറീസ് അത് മിനിമം ആക്കുക, ഇൻഫെക്ഷൻ കുറയ്ക്കുക, ഹാർംഫുൾ ആഫ്റ്റർ ഇഫക്ട്സുകൾ കുറയ്ക്കുക, ആൻഡ് അതർ ഡേഞ്ചറസ് ഈ ക്ലൈന്റ് ആയിട്ടുള്ള സ്റ്റാഫിനൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ കുറയ്ക്കുക. അതാണ് സേഫ്റ്റി എന്ന് പറഞ്ഞത്, സുരക്ഷിതത്വം. അങ്ങനെ നമ്മൾ അപകടം ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആഫ്റ്റർ ഇഫക്ട്സുകളൊക്കെയാണ് കുറച്ച് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ ഒക്കെ ചെയ്യണം. സേഫ്റ്റി. When providing quality care, we should not put the patient life at risk. ഉണ്ടോ, നല്ലൊരു ക്വാളിറ്റി സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ we should not put the patient life, നമ്മുടെ പേഷ്യന്റ് ജീവിതം ഒരു റിസ്ക്, ഒരു അപകടത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. ആ പേഷ്യന്റിന് ഒരു ദോഷം ഉണ്ടാകുന്ന രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. We should not put the patient life to risk. ഒരു റിസ്കിലേക്ക് റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ ഒരു റിസ്കിലേക്കൊക്കെ വിടാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, വി ഷുഡ് നോട്ട് ഗീവ് ഇൻസെക്യൂർ ബ്ലഡ്. എക്സാമ്പിൾ നോക്കിയാൽ നല്ലൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത്. വി ഷുഡ് നോട്ട് ഗീവ് ഇൻസെക്യൂർ ബ്ലഡ് ടു പേഷ്യന്റ് ആൻഡ് thereby infect them with HIV or AIDS. നമ്മൾ ഒരാൾക്ക് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് ബാങ്കിലൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് പഠിച്ചത് തന്നെയാണ് അല്ലെ.
അപ്പൊ നമ്മള് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് കൊടുക്കാൻ പാടില്ല അല്ലെ? അത് ആ പേഷ്യന്റിന്റെ ജീവിതത്തിന് എന്ത് ചെയ്യും? പേഷ്യന്റ് റിസ്ക് ആയിരിക്കും, അപകടമായിരിക്കും. ഇൻസെക്യൂർ ബ്ലഡ്, മാച്ച് ചെയ്യാത്ത ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് HIV ഓർ എയ്ഡ്സ്, HIV അല്ല എയ്ഡ്സ് ഒക്കെ ഉള്ള HIV വൈറസ് ഉള്ള അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച പേഷ്യൻസിന്റെ ബ്ലഡ് നമ്മള് വേറെ പേഷ്യന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസ്ക് അവർക്കും വരും, ആ ഒരു സെയിം ഇത് അവർക്കും വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? നമ്മള് സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം നോക്കണം. എന്നാൽ അങ്ങനെയാണ് നല്ലൊരു ക്വാളിറ്റി സർവീസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, we should not give insecure blood to the patient and thereby infect them with the HIV or AIDS. അപ്പൊ എന്താ നമ്മൾ ഇത് ഒരു ഡേഞ്ചറസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ. It refers to the relationship between us and our clients and communities. എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻ? നമ്മൾ ഒരു സാമൂഹിക ഒരു ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. ക്ലയന്റ് ആൻഡ് കമ്മ്യൂണിറ്റി, ക്ലയന്റ് കമ്മ്യൂണിറ്റീസ് ഒക്കെ തമ്മിൽ എന്താണ് ഒരു 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 ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നമ്മളും നമ്മുടെ ക്ലയന്റുകളും കമ്മ്യൂണിറ്റികളും ഒക്കെ തമ്മിൽ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, കമ്മ്യൂണിറ്റീസ് ബിറ്റ്വീൻ ദ ഹെൽത്ത് മാനേജർ ആൻഡ് ദ സ്റ്റാഫും അവരുടെ സ്റ്റാഫും ഹെൽത്ത് മാനേജ്മെന്റും കമ്മ്യൂണിറ്റീസും ക്ലയന്റും ഒക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. വി ഷുഡ് ഷോ റെസ്പെക്ട് ടു അവർ ക്ലയന്റ്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഷോ ദ റെസ്പെക്ട് ഓഫ് അവർ ക്ലയന്റിനോട് റെസ്പെക്ട് കാണിക്കണം. ഫീൽ ഓഫ് അവർ പേഷ്യന്റ്, not be rude or shout at them. നമ്മളെന്താ നല്ല റൂഡായിട്ട് പെരുമാറുക, നല്ല മര്യാദയായിട്ടൊക്കെ പെരുമാറുക. should not shout them. അവരോട് ഷൗട്ട് ചെയ്യാൻ പാടില്ല, ഒച്ച വെക്കാനൊന്നും പാടില്ല. don't reveal information we get from patients to other people. നമ്മൾ രോഗികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങള് നമ്മൾ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തരുത്. അതെപ്പോഴും സെക്യൂർ ആയിരിക്കണം. നമ്മള് പറയുന്ന ഡോക്ടേഴ്സിനോടൊന്നും കള്ളം പറയാൻ പാടില്ല എന്നൊക്കെ പറയും നമ്മൾ. അപ്പൊ അവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻ സെക്യൂർ ആയിരിക്കണം. അപ്പൊ അത് മറ്റുള്ള ആളുകളോട് നമ്മളെ വിശ്വസിച്ചിട്ടായിരിക്കും അവരവരൊക്കെ പറയുന്നത്, അല്ലെ? Don't reveal the information we get from the patient to other people. പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന ആ വിവരങ്ങള് നമ്മൾ സെക്യൂർ ആയി വെക്കണം. അത് മറ്റുള്ള ആളുകൾക്ക് അത് വെളിപ്പെടുത്തരുത്, അവരോട് പറയരുത്. ഓക്കെ, ഇതാണ് ഇന്റർപേഴ്സണൽ റിലേഷനിൽ വരുന്നത്. ഓക്കെ, it refers to relationship between us, നമ്മളും നമ്മുടെ ക്ലയന്റും കമ്മ്യൂണിറ്റീസും between health manager and staff ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ക്ലയന്റ്സിനോട് എന്ത് ചെയ്യണം? റെസ്പെക്ട് ആയിട്ട് ബഹുമാനത്തോടു കൂടി പെരുമാറണം. ഫീൽ ഓഫ് അവർ പേഷ്യൻസ്, നല്ല മര്യാദ രീതിയിൽ പറയണം. നോട്ട് ടു ബി റൂഡ്, നമ്മൾ റൂഡായിട്ട് പരുഷമായിട്ടൊന്നും അവരോട് പെരുമാറരുത്. പിന്നെ അതുപോലെ തന്നെ ഓർ ഷൗട്ട് അറ്റ് ദം, അവരോട് ഒച്ച വെക്കരുത്, ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. നോട്ട് the information we get information to the other people. പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങള് മറ്റുള്ള ആളുകളോട് എന്ത് ചെയ്യാൻ പാടില്ല? വെളിപ്പെടുത്തരുത്. This will give rise to the good relation and trust between the client communities. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടും. ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ ക്ലയന്റ് ഓർ കമ്മ്യൂണിറ്റീസ് ആണ്. നമ്മളും നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടും. നമ്മളാണെങ്കിലും ചെന്ന് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാലല്ലേ നമുക്ക് വീണ്ടും അവിടെ ചെല്ലാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. Client regard good interpersonal relationship as an important feature of quality care. Quality care ന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. കൂടി പറഞ്ഞിട്ട് നിർത്താം. അമ്യൂണിറ്റീസ് എന്താണ്? സൗകര്യങ്ങൾ. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങള്.
These are features that can be given by our health facilities to make life smooth and pleasant for the client. These are the features. നമ്മൾ ഈ ക്ലയന്റിന്റെ ഒക്കെ ലൈഫ് സ്മൂത്ത് ആക്കാനും സന്തോഷമൊക്കെ ആക്കാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫെസിലിറ്റീസിനെയാണ് നമ്മൾ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ആരോഗ്യ സൗകര്യങ്ങള് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ ബെറ്റർ ആക്കാൻ കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ ആ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഒക്കെ ആ ലൈഫ് സ്മൂത്ത് ആക്കാനും അത് സന്തോഷപ്രദമാക്കാനൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, ഹെൽത്ത് ഫെസിലിറ്റീസ് ആണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. These are the features that you can give by our health facilities to make the life smooth and pleasant for clients. They contribute to clients' contentment. Samprati. Contentment and to make the clients ready to use our service. They contribute in the contribute to സംഭാവന ചെയ്തു ക്ലയന്റിന് സംഭാവന ചെയ്യുന്നു. എന്താണ് കണ്ടിന്യൂമെന്റ് ആൻഡ് ടു മേക്ക് ക്ലയന്റ് റെഡി ടു യൂസ് ഓഫ് സർവീസ്. ആ നമ്മുടെ ആ സർവീസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ ക്ലയന്റിന് അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ സംഭാവന ചെയ്യുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ കംഫർട്ടബിൾ സീറ്റ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനൊക്കെയുള്ള കംഫർട്ടബിൾ സീറ്റ് അലോ ചെയ്യുന്നു. ടെലിവിഷൻ സെറ്റ്, കുറെ നേരം നമ്മൾ വെയിറ്റിംഗിലാണെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് ബോറടിക്കും അല്ലെ. അപ്പൊ അവർക്ക് എന്താ പറയാ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അവരുടെ ടൈമൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സെറ്റുകൾ, അതൊക്കെ ഫെസിലിറ്റീസിന് വരുന്നുണ്ടാവും. ഈ അമ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, കംഫർട്ടബിൾ സീറ്റുകള്, ടെലിവിഷൻ സെറ്റുകള്, മ്യൂസിക്കുകള്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ് എക്സെട്ര അറ്റ് ദ OPD ആൻഡ് വാർഡ്സ്. OPDയിലും വാർഡ്സിലും ഒക്കെ അവൈലബിൾ ആകുന്നു. ഓക്കെ, ഇതാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. നോക്കിയേ, അപ്പൊ ക്ലയന്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തി ലഭിക്കുന്ന രീതിയിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാണ്, അങ്ങനെയുള്ള സേവനങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, എക്സാമ്പിൾ ആണ് OPDയിലും വാർഡുകളിലൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ അലവ് ചെയ്തു, ടെലിവിഷൻ സെറ്റുകൾ, മ്യൂസിക്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോ ഫിലിംസുകൾ ഒക്കെ അവൈലബിൾ ആകുന്നു. ഇത്രയാണ് കമ്പോണൻസ്. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങളിതൊന്ന് വായിച്ചു വെക്കുക കേട്ടോ, ഏതൊക്കെയാണ് കമ്പോണൻസ് എന്നുള്ളത്. ഇതും കുറച്ച് ഒരുപാടില്ല എങ്കിലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കി പോവുക കേട്ടോ, കേൾക്കാം. ഓക്കെ, അപ്പൊ ക്വാളിറ്റി എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ എന്താന്ന് പറഞ്ഞു, കമ്പോണൻസ് അതിനകത്ത് 9 കമ്പോണൻസ് നമ്മൾ പറഞ്ഞു കേട്ടോ. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. Okay. Technical competence, equity, effectiveness, efficiency, continuity, safety, interpersonal connection, communities. അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ നിങ്ങള്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. പഠിക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.